വീക്കെൻഡ് എപ്പിസോഡിൽ ആദിലയും നൂറയും ആരാണ് എന്താണെന്നുള്ളതും അനിമോളോട് അവളുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതും വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്. ആദിലയ്ക്ക് ഇന്നലെ കിട്ടിയ കാർഡ് പ്രീപെയ്ഡ് കാർഡായിരുന്നു. അപ്പോൾ ആ കാർഡ് ആദ്യം കൊണ്ടുവന്ന് അനീഷിൻ്റെ തലയിലാണ് കുത്തിയത്. പുള്ളി ലീവൊക്കെ എടുത്ത് പണ്ട് നമ്മൾ ഡിക്റ്റേഷനൊക്കെ എഴുതി പഠിക്കുമല്ലോ, അതുപോലെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസുമായിട്ടാണ് പുള്ളി ഇവിടെ വന്നേക്കുന്നത്. ഇത്ര മണിക്ക് ഇത്ര സാധനം പോകണം എന്നുള്ളൊരു കാര്യം പുള്ളിയുടെ ഇതിലുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ചെയ്തു വെക്കുന്ന കണക്ക് ഇത്ര മണിക്കത് പോകണം എന്ന് പറയുന്ന കണക്ക്. അല്ലാതെ പുള്ളിയുടെ ഉള്ളിലൊന്നും ഉണ്ടായിട്ടല്ല പറയുന്നത്. ഇത് പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളി വന്നത്. അതുകൊണ്ട് പ്രിപ്പയർഡ് കാർഡ് ഒരെണ്ണം അനീഷേട്ടനാണ്. രണ്ടാമത്തെ പ്രിപ്പയർഡ് കാർഡ് അനുവിനാണ്. കുടുംബ പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം എന്താണോ അനിഷ്ടം എന്നൊക്കെ നോക്കിയിട്ടാണ് അനു ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് തേർഡ് പേഴ്സൺ വ്യൂ നോക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ആദില മാത്രമല്ല, നൂറ കാർഡ് എടുത്തപ്പോഴും ഇതുപോലെ തന്നെയാണ്. അനുമോൾക്ക് തന്നെയാണ് ആ കാർഡ് കൊണ്ടുവന്ന് കുത്തി കൊടുത്തത്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലത്ത് മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ അനുമോൾ സംസാരിക്കുന്നില്ല എന്ന് കാണുമ്പം ഇവർ വൈകുന്നേരം ആകുമ്പം ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾക്ക് നിന്നോട് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, നിന്നെ കണക്കല്ല ഞങ്ങൾക്ക് നിന്നെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ നിന്നോട് മിണ്ടായിരിക്കാനോ പറ്റത്തില്ല എന്നുള്ള ഒരു നിർബന്ധമായിട്ട് അനുമോളുടെ പിറകെ ചെന്ന് മിണ്ടാതിരിക്കുന്ന അനുമോളെ കൊണ്ട് മിണ്ടിപ്പിക്കും. വീണ്ടും അനുമോൾ പഴയതെല്ലാം മറന്നിട്ട് പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടി കൂടുതൽ സ്നേഹത്തോടെ വീണ്ടും സഹകരിച്ചു തുടങ്ങും. വീണ്ടും അവർ ചെയ്യുന്ന അടുത്ത ഒരു പോയിൻ്റ് നോക്കിയിരിക്കുകയാണ്, അനുമോളെ എവിടെ താഴ്ത്തിക്കെട്ടാം അല്ലെങ്കിൽ അനുമോളെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാം. ആ ഒരു ചാൻസ് നോക്കിയിരിക്കുന്ന രണ്ടുപേരാണ്. ആദില ഈ വീക്കെന്നല്ല പല വീക്കുകളിലും ലാലേട്ടം വരുന്ന എപ്പിസോഡിനകത്ത് അനുമോളെ മനഃപൂർവ്വം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് കാണിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഒരുമാതിരിയാക്കുന്ന ഒരു സ്വഭാവം ആദിലയ്ക്കുണ്ട്. ആദിലയ്ക്ക് അതുകൊണ്ട് പുറത്തുള്ള പേര് തന്നെ കട്ടപ്പ ആദിലെന്നാണ്.